ഷാരോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ലൊരു വ്യക്തിയല്ല. അതെ, അയാളുടെ പേരിൽ ക്രിമിനൽ കുറ്റങ്ങളുള്ള ഒരു വ്യക്തിയാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ സ്ഥിരമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അതെ, ജീവിതത്തിൽ സംശയരോഗം എന്ന് പറഞ്ഞ സാധനം വന്നാൽ തന്നെ നമ്മുടെ ലൈഫ് തീർന്നു. സ്വന്തം കാലിൽ നിൽക്കുക. അതെ, അതില്ലാതെ ഒരിടത്തും നമുക്കൊരു വിലയില്ല. ആണായാലും പെണ്ണായാലും നമുക്കൊരു ജോലി ഉണ്ട്, നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതെല്ലായിടത്തും നമ്മളെ ഡിഗ്നിറ്റി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ഭർതൃവീട്ടിലുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് അത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം. ഇപ്പൊ വീണ്ടും അതുപോലൊരു മരണം നടന്നിരിക്കുകയാണ് തൃശ്ശൂർ. അർച്ചന, ഷാരോൺ അർച്ചന കേസ്. ഷാരോൺ ആണ് ഭർത്താവ്. കുറിച്ചുള്ള കൂടുതൽ കഴിഞ്ഞ ഇടയാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലിപ്പോ ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭർത്ത വീട്ടിലുള്ള പീഡനങ്ങളും മരണങ്ങളും, തീ കൊളുത്തിയുള്ള മരണങ്ങളും, സൂയിസൈഡും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. സ്ത്രീധനത്തിന്റെ പേരിലും ഒക്കെ നമ്മള് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ചർച്ചകൾ നിർത്താൻ കഴിയാത്ത തരത്തിലാണ് പോകുന്നത്. നമ്മൾ ഇന്നലെയും സ്ത്രീധനത്തിനെ പറ്റി സംസാരിച്ചു. ഇപ്പോൾ സ്ത്രീധനം മരണം എന്ന് പറയുമ്പോൾ ഭയങ്കര പുച്ഛം തോന്നുകയാണ്. ഇനിയും ഇതൊന്നും നിർത്താറായില്ലേ എന്നുള്ളൊരു തോന്നലല്ലേ ശരിക്കും? കാരണം ഇത് എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു അവസാനം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പിന്നെയും ഇതുണ്ടാവും, നമ്മൾ പിന്നെയും ചർച്ചകൾ വെച്ചുകൊണ്ടിരിക്കും. ഇതുപോലുള്ള ഇഷ്യൂസ് ഇനിയും കൂടുന്നതല്ലാണ്ട് കുറയുമെന്ന് തോന്നുന്നില്ല. ആൾക്കാർ ഇതിനെപ്പറ്റി അവെയർ ആവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയമവിരുദ്ധമാണെന്നും ശിക്ഷാർഹമാണെന്നും അറിഞ്ഞിട്ട് പോലും എനിക്കൊന്നും ശരിക്കുമുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ കിട്ടുന്നില്ല. നിയമം ശരിക്കും ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇത് ചെയ്ത എത്ര ഉണ്ടാവുള്ളൂ. അത് സ്ത്രീകളുടെ വീട്ടുകാര് ഇതിനൊരു ഇത് കൊടുക്കുന്നില്ല, സീരിയസ്നെസ് കൊടുക്കുന്നില്ല. സ്ത്രീധനം കേൾക്കുവാണെങ്കിൽ അപ്പൊ കേസ് കൊടുക്കണം. അതാണ് സത്യം. അത് അപ്പോഴേ പേടിക്കുള്ളൂ ഇവര്. ഇത് പേടിയില്ല. ഇതെന്താ സംഭവിക്കാൻ പോകുന്നേ, ഒന്നും സംഭവിക്കുന്നില്ല. ചോദിക്കുമ്പം വീട്ടുകാർ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ പീഡനം, മരണം, ഇതന്നെ ഇങ്ങനെ ലൂപ്പായിട്ട് ഇതൊരു ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഒരു ലൂപ്പാണ്. ഇത് ഒരു അവസാനമില്ല. ഇതിൽ എവിടെ തുടങ്ങുന്നോ അതിങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുക. അവിടെ നിന്ന് ഒരു മോചനം ഇതുവരെയായിട്ടും കിട്ടുന്നില്ല. ആക്ച്വലി ആൾക്കാർ അവെയർ ആവുന്നില്ലാത്തതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ കുട്ടി 20 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് ലൈഫ് തുടങ്ങുന്നേ ഉള്ളൂ. ശരിക്കും അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ലോകത്ത് എന്തോരം കാര്യങ്ങൾ കാണാൻ കിടക്കുന്നു, എന്തോരം ജീവിതം ഇനിയും കുട്ടിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നു. ലൈഫ് അതെ, പ്രണയവിവാഹമാണ്. അപ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുട്ടി ഡിപ്ലോമ കഴിഞ്ഞ് ചെന്നൈയിൽ ജോലിക്ക് പോയേക്കുമായിരുന്നു. ഈ കുട്ടിയുടെ വീടിൻ്റെ പുറകിലാണ് ഷാരോൺ വാടകയ്ക്ക് താമസിച്ചത്. പുതിയതായിട്ട് വന്ന് താമസിച്ചേക്കുവാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടി പുറത്തേക്ക് പോവാണ്. എന്താണ് ഡ്രസ്സ് എടുക്കാനോ അങ്ങനെ എന്തോ ഷോപ്പിങ്ങിന് എന്തോ പോവാണെന്ന് പറഞ്ഞിട്ട് നേരെ പോയത് ഷാരോണിന്റെ കൂടെയാണ്. ഷാരോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ലൊരു വ്യക്തിയല്ല. അതെ, അയാളുടെ പേരിൽ ക്രിമിനൽ കുറ്റങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതെ, ഇപ്പൊ പ്രണയിക്കുന്നത് ഒരു പ്രശ്നമല്ല, അത് മനുഷ്യന്മാർക്കിടയിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പ്രണയിക്കുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ ചൂസ് ചെയ്യാതിരിക്കുക. അതെ, നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പെൺകുട്ടികൾ ബ്ലൈൻഡായിട്ട്, പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, ഇവർ ബ്ലൈൻഡായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് അവർ ബ്ലൈൻഡ് ആവുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, ഇത്രയും കാലം അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവരുടെ ജോലി, അവരുടെ ഫാമിലി എല്ലാം നമ്മൾ അറിയണം. എവിടെയാണെങ്കിലും നമ്മൾ അറിയണം, നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഇത് ഈ ടീനേജിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇനിയിപ്പോ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാലും അവരെ എന്ത് പറഞ്ഞാലും മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്ത് അവിടെ നിർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല. കുട്ടികൾ അത്രയ്ക്കും ഒബ്സസ്ഡ് ആയിരിക്കും ഈ പറയുന്ന വ്യക്തിയായിട്ട്. അത് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അവരെ നമ്മളെ കൈ കിട്ടാൻ ഭയങ്കര പാടാണ്. ആക്ച്വലി ഇവർ ജീവിക്കുന്ന ഒരു ഫാന്റസി വേൾഡിലാണ്. ശരിക്കും ഒരു ഫാന്റസി ആണ് ഇവരുടെ ഉള്ളിലേക്ക് മുഴുവൻ കിടക്കുന്ന. ആഫ്റ്റർ മാരേജ് ലൈഫ് അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുമ്പോൾ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ ഒരു ഫാന്റസി വേൾഡിൽ അവർ ജീവിക്കുക. അവർ സിനിമയൊക്കെ കാണുന്ന പോലെ ഇതാണ് റിലേഷൻഷിപ്പ്. 18 വയസ്സുള്ള ഒരു കുട്ടി കല്യാണം കഴിച്ചു. ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുള്ള 2 കപ്പിൾസ് ഉണ്ട്. അവര് ഇന്റർവ്യൂ എടുത്തപ്പോൾ അവരോട് ആ കുട്ടി പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞാൽ എൻ്റെ കൂടെ മാത്രം എന്നും ഇരിക്കും എന്ന് വാക്ക് തന്നു എന്നൊക്കെ. അപ്പൊ അവര് ജോലിക്ക് പോകണം, എനിക്ക് വാക്ക് തന്ന പോലെ ജീവിക്കണം, അപ്പൊ പൈസ വേണ്ടേ, അതൊന്നും എനിക്കറിയില്ല. ആ ഒരു വേൾഡിലാണ് ആ കുട്ടി. അതെ, റിയാലിറ്റിയിലേക്ക് ഇവര് വരുന്നില്ല. കുട്ടികളാണ്. ജീവിക്കാൻ പൈസ വേണം, കഴിക്കണം, ഫുഡ് കഴിക്കണമല്ലോ. അതെ, സ്നേഹം കൊണ്ട് ഒരിക്കലും ബേസിക് നീഡ്സ് ഉണ്ട്. അതൊന്നും ആ കുട്ടിക്ക് അറിയില്ല. എവിടെന്നോ വരുന്നു, അനുഭവിക്കുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ
അത് അങ്ങനെ ചിന്തിക്കുന്നത് ഒരു ഫാന്റസി വേൾഡിൽ അവർ ജീവിക്കുന്നോണ്ടാണ്. എപ്പോഴും ഭർത്താവ് കൂടെ വേണം, ഇങ്ങനെ ജീവിക്കണം, ഫുൾ ടൈം എൻജോയ്മെന്റ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. കറങ്ങാൻ പോകുന്നു, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഫുൾ ടൈം റൊമാൻറ്റിക് ആവുന്നു. അതാണ് ഫുൾ ടൈം റൊമാൻറ്റിക് ആവുക എന്നുള്ളൊരു കാര്യത്തിനാണ് അവർ കല്യാണം കഴിക്കുന്നത്. അതെ അതെ, അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫിലിം തന്നെ നമുക്ക് അതിനകത്ത് എടുത്ത് പറയണം. കാരണം ഒരു സിനിമാ ലോകത്തിലാണ് ഇവര് ജീവിക്കുന്നത്. കാരണം സിനിമയിൽ പാമ്പർ ചെയ്യുന്നു, എടുത്ത് കറക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഫുള്ളി റൊമാൻറ്റിക് ആണ് അവരുടെ ഉള്ളിൽ വരുന്നത്. മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരു പ്രായം വരെ അതൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാൾക്കാരാണ്. ഒരു പാട്ടൊക്കെ കാണുമ്പോൾ അതാണ് ജീവിതം. ഇപ്പൊ നമ്മൾ സത്യം സിനിമയെ പറ്റി പറഞ്ഞ പോലെ അതൊക്കെയാണ് ജീവിതം എന്ന് വിചാരിച്ചിരുന്നവരാണ്. പക്ഷെ നമുക്ക് ഒരു മെച്ചേർഡ് ആവുന്ന പ്രായത്തിൽ മനസ്സിലാവും എന്താണ് ജീവിതം, എന്ത് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, എങ്ങനെ ആയിരിക്കും പോവാൻ പോകുന്നതെന്ന്. പക്ഷെ ഈ കുട്ടികള് അതിനു മുന്നേ മാനിപ്പുലേറ്റ് ആവുന്നു. ഇപ്പൊ ആ പെൺകുട്ടികളെ മാത്രം പറയുന്നില്ല, ആൺകുട്ടികളും ഇപ്പൊ കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളും പ്രായം കുറഞ്ഞ കുട്ടികളാണ്. അവർക്ക് മെച്ചൂരിറ്റി അതൊന്നും കുറവായിരിക്കും. അതാണ് ഏറ്റവും വലിയ. എന്നുവെച്ചാൽ ചിലർ പറയുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിയുമ്പം പെണ്ണിനെ കാട്ടി മെച്ചൂരിറ്റി ആണിന് വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിനുവേണ്ടി അവർ പ്രിറ്റൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ കുട്ടികള് ക്യൂട്ട്നെസ് കാണിക്കുന്നു, ആണുങ്ങള് മെച്ചോർഡ് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ രണ്ടുപേരും അവിടെ ഇമ്മച്ചോർഡ് ആണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. 25 വയസ്സുള്ള ആൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്നത്. 25 വയസ്സെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. അതെ, ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് 20 വയസ്സിൽ ആ കുട്ടിയുടെ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടി കല്യാണം കഴിക്കുന്നു, അതായത് ഷാരോന്റെ കൂടെ പോകുന്നു. ഷാരോന്റെ കൂടെ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും പാരന്റ്സിന് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസ് ഇവിടെയും തന്നെയും ഉണ്ടായിരുന്നു. കാരണം മോൾ ഇറങ്ങിപ്പോവാണ്. ഈ കുട്ടി അർച്ചന മൂത്ത മോളും കൂടിയാണ്. സോ അത് ആ കുട്ടിയോടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരു കെയറിങ്ങും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. താഴെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ തകർത്തിട്ടാണ് ഈ കുട്ടി ഇയാളുടെ കൂടെ ഇറങ്ങി തിരിക്കുന്നത്. അതും ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൂടെ കൊണ്ടാണ് വീട്ടുകാർക്ക് തീരെ താല്പര്യം ഇല്ലാതിരുന്നത്. ആ കുട്ടി അതായത് ഈ ഷാരോന്റെ അമ്മ പോയതിനു ശേഷം ഷാരോന്റെ അമ്മ ചേച്ചിയുടെ കുട്ടീനെയോ സഹോദരിയുടെ കുട്ടീനെ വിളിക്കാൻ വേണ്ടി പോയ സമയത്താണ് വീട്ടില് അർച്ചന തീ കൊളുത്തി മരിക്കുന്നത്. തീ കൊളുത്തിയതിന് ശേഷം ആ ഒരു മരണ വെപ്രാളത്തിൽ ആളിറങ്ങി ഓടുകയാണ്. ഇറങ്ങി ഓടിയിട്ട് ആ ഒരു സ്ഥലത്താണ് ആ കുട്ടി മരിച്ചു വീഴുന്നത്. അതെ, പ്രഗ്നന്റ് ആയിരുന്നു. 6 മാസം മുന്നെയാണ് ഇയാളുടെ ഒപ്പം ഷാരോന്റെ കൂടെ ഇറങ്ങി വരുന്നത്. പ്രഗ്നന്റ് ആയിരുന്നു ആ കുട്ടി. സ്ത്രീധനത്തിന്റെ പേരിൽ സ്ഥിരമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അതെ, അച്ഛൻ പറഞ്ഞു, ഇറങ്ങി പോയ സമയത്ത് അച്ഛൻ പറഞ്ഞു സ്ത്രീധനം ഞാൻ തരില്ല, 10 പൈസ ഞാൻ കൊടുക്കില്ല. അത് ആ സമയത്ത് ഉണ്ടാവുന്ന അച്ഛന്റെ ഒരു വിഷമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പ്രതീക്ഷ വെച്ചൊരു മോള് ഇറങ്ങി പോകുമ്പോ നാണക്കേടും ആരും അങ്ങനെ പ്രതികരിക്കില്ല. ലൈക്ക് ഇനി എല്ലാം തരാമെന്നൊന്നും ആരും പറയില്ല. ആദ്യം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒന്നും ചെയ്യില്ല, 10 പൈസ തരില്ല. അല്ലാണ്ട് ഇറങ്ങിപ്പോയ സമയം തൊട്ട് ഞാൻ എൻ്റെ എല്ലാം നിനക്ക് ഞാൻ തന്നേക്കാം എന്നുള്ള ഒരു പേരൻസും പറയില്ല. അത്രയും ഇതായിട്ടുള്ള പേരൻസ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞു. ഇങ്ങനെ ഒരു കേസ് വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും അച്ഛന്റെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഉള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഇതെല്ലാം ഒരു ഷാരോണിനെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും. അത് കഴിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും, പോരാത്തതിന് സംശയരോഗം. ജീവിതത്തിൽ സംശയരോഗം എന്ന് പറഞ്ഞ സാധനം വന്നാൽ തന്നെ നമ്മുടെ ലൈഫ് തീർന്നു. പിന്നെ മുന്നോട്ടേക്ക് ഇല്ല ശരിക്കും പറഞ്ഞു. മരണത്തിന് ശേഷം വീട്ടുകാര് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അവര് നേരത്തെ ഈ കുട്ടി വിളിച്ചോണ്ട് വരണമായിരുന്നു. പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളോട് എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ. പ്രഗ്നന്റ് ആയ സമയത്ത് വീട്ടുകാർ അറിഞ്ഞ സമയത്ത് പറഞ്ഞു, പക്ഷെ പോയില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ റീസൺ ആ കുട്ടിയുടെ ഇതെന്ന് പറയുമ്പോൾ വീട്ടുകാരെ വെറുപ്പിച്ചിട്ടാണ് വന്നത്, താൻ പ്രണയിച്ച ആളാണ് ഇത്രയും പീഡിപ്പിക്കുന്നത്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഇവര് ബ്ലാങ്ക് ആവുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വീട്ടുകാരുണ്ട്, അങ്ങോട്ട് പോവുക. ഇവിടെ അല്ല എൻഡ്. ഒരു കല്യാണം കഴിഞ്ഞ അവര് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് അവരുടെ ജീവിതം തീരുന്നില്ല. അത് ഇത്രയും ചെറുപ്പം, 20 വയസ്സിലേ ഉള്ളൂ. എന്തിനാ ഇത്രയും അങ്ങനെ ഒരു ചിന്ത വേണ്ട ആവശ്യമേ ഇല്ല. ആദ്യം തന്നെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക, ഒരു ജോലി നേടുക. അതിനുശേഷം പ്രണയം തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ നമ്മൾ റൈറ്റ് പേഴ്സണെ തന്നെയാണോ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ സെക്കൻഡ് തിങ്, സ്വന്തം കാലിൽ നിൽക്കുക.
അതില്ലാത്ത ഒരിടത്തും നമുക്കൊരു വിലയില്ല. ആണായാലും പെണ്ണായാലും നമുക്കൊരു ജോലിയുണ്ട്, നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതെല്ലായിടത്തും നമ്മള് ഡിഗ്നിറ്റി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ത് ജോലിയാണെങ്കിലും ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, സ്വന്തം കാലില് നമുക്ക് മാസം വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഏർണിങ്സ് ഉണ്ട്. ഒരു 10 രൂപയെങ്കിൽ 10 രൂപ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, തലവനിക്കേണ്ട കാര്യമില്ല. എവിടെ നമുക്ക് അപമാനം ഉണ്ടാവുന്ന അവിടെ നിറങ്ങാം. അതാണ് സത്യം. അതിന് ആണായാലും പെണ്ണായാലും. ഇനി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി, ഇപ്പോൾ ഒരു 20 വയസ്സ് കുട്ടികളാണ് അല്ലെങ്കിൽ ടീനേജ് ആണ്, അബദ്ധങ്ങൾ പറ്റും, അതൊന്നും ഒരു അവസാനമല്ല. നിങ്ങൾക്ക് തെറ്റ് തിരുത്താൻ സമയമുണ്ട്. അവിടെ ആത്മഹത്യ അല്ല ചിന്തിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പീഡനങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ വീട്ടുകാരും ഉപേക്ഷിച്ചു എന്നുള്ളൊരു സാഹചര്യം വന്ന ജോലിക്കായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി വിദ്യാഭ്യാസം എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് വളർന്നുള്ള സാഹചര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പീഡനങ്ങൾ ലഭിക്കും, നിങ്ങൾ അതൊക്കെ അറിയിക്കുക. അപ്പൊ അവിടെ നിന്ന് സഹായം എങ്ങനെയാണോ, വീട്ടുകാരെന്നാണോ, അല്ലെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട്, പോലീസിൽ പരാതി കൊടുക്കാം. നമ്മുടെ വനിതാ ഹെൽപ്പ് ലൈൻ ഒക്കെ വളരെ സജീവമാണ്. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുക, എങ്ങനെ മുന്നോട്ട് പോവാന്ന് ചിന്തിക്കുക, അല്ലാതെ അവിടെ കഴിഞ്ഞു എന്ന് ചിന്തിക്കാതിരിക്കുക. ജീവിതം തീരുന്നില്ല എവിടെയും, നമുക്ക് തുടങ്ങുന്നുള്ളൂ. നമുക്ക് എവിടെ ഒരു പ്രശ്നം പറ്റിയോ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊരു എൻഡില്ല. നമ്മള് തീരുമാനിക്കുന്നതാണ് നമ്മുടെ അവസാനം എന്ന് പറയുന്നത്. നമ്മളിപ്പോ തീരുമാനിക്കാണ് ഇതെന്റെ ലൈഫ് ഇവിടെ തീർന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലൈഫ് അവിടെ തീർന്നു. പക്ഷെ എനിക്ക് ഇനിയും ഉണ്ട്, എനിക്ക് ഇനിയും കാണാനുണ്ട്, എനിക്ക് ഇനിയും ലൈഫ് മുന്നോട്ട് പോകാനുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരുമാന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരുപാട് വഴികളുണ്ട്. ലോകം ഇങ്ങനെ തുറന്നു കിടക്കാണ്. അതെ, അതും എനിക്ക് 20 വയസ്സെന്ന് ഓർക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നുക കുട്ടിയുടെ കാര്യത്തില്. ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്ന ഒരു പ്രായം. അതെ അതെ. എന്തായാലും ഇനി ഇങ്ങനത്തെ കേസസ് കേൾക്കാതിരിക്കട്ടെ എന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിന്യൂ ചെയ്യും, ഇനിയും ചെയ്യും. നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട്, അതെ അതെ, കുറച്ചുകൂടെ പ്രായമായിട്ട് മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രോഗ്രസീവായിട്ട് നമുക്ക് എപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നു, നമുക്ക് ഒരു തൻ്റെയുടെ എപ്പോൾ വരുന്നു, നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് എപ്പോൾ ഒരു തോന്നൽ വരുന്നു, അപ്പം മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കല്യാണം. ഈ നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം ഒരു മായാജാലമാണ്, ഒന്നും റിയൽ അല്ല. ഫാന്റസി വേൾഡിൽ ജീവിക്കാതെ അതെ എന്താണ് റിയാലിറ്റി എന്നറിഞ്ഞ് ജീവിക്കുക. അതെ, അത്രേ ഉള്ളൂ. സോ ഇനി ഇങ്ങനത്തെ കേസസ് ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പറയാം. ഓരോ കേസ് കഴിയുമ്പോഴേ നമ്മൾ ഇതാണ് പറയാറ്. പക്ഷെ ആഗ്രഹിക്കാന്നല്ലേ ഉള്ളൂ, എല്ലാവരും മാറട്ടെ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. എല്ലാവരും നിങ്ങളുടെ ഹെൽപ്പിനായിട്ടുണ്ടാവും. ഈവൻ നമ്മളാണെങ്കിലും എല്ലാവരും നിങ്ങളുടെ ഹെൽപ്പിനായിട്ടുണ്ടാവും. ഇനി എന്ത് കേസും ഉണ്ടെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് വഴി കണ്ടുപിടിക്കാം. താങ്ക് യു.